കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ ദൈവം അവസരം തന്നു. വി ഹാഡ് ടൈം ടു ഗോ ത്രൂ ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2. ഫ്യൂ വേഴ്സസ്. ലെറ്റ്സ് റീഡ് ദ വേഴ്സ് ഫ്രം 5 to 11. നമ്മൾ വായിച്ച ഇന്നലത്തെ വാക്യത്തിൽ കൂടെ തന്നെ നമുക്ക് ഒന്നുകൂടെ പോകാം. ചാപ്റ്റർ 2 വേഴ്സ് 5 to 11. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. പ്രൈസ് ഗോഡ്. നമ്മൾ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ രണ്ട് കാര്യമാണ്. ഒന്ന്, കർത്താവിൻ്റെ മേശ നമ്മുടെ മുമ്പിലുണ്ട്. ആ കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് എന്താണ് ചെയ്തതെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടാവണം. രണ്ടാമത്തെ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് എങ്ങനെ നമ്മുടെ ജീവിതത്തിലായിത്തീരണം എന്നുള്ളൊരു കാര്യം. അതിലെ ഒരു വാക്യം, പല വാക്യങ്ങൾ നമ്മൾ ഇന്നലെ തന്നെ നോക്കി, എന്നാൽ ഒരു വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. വേഴ്സ് 8-ാമത്തെ വാക്യം. ആൻഡ് ബീങ് ഫൗണ്ട് ഇൻ അപ്പിയറൻസ് ആസ് എ മാൻ, he humbled himself and became obedient to the point of death, even the death of the cross. അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് ഈ മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം എന്ന് പറയുന്ന കാര്യത്തിൽ മനസ്സിൽ ചില പ്രത്യേകമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ ആഗ്രഹം, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള എന്ത് കാര്യങ്ങളായിരിക്കണം എന്ന് അദ്ദേഹം ഉത്സാഹിപ്പിക്കുന്ന അതിൽ ഒരു കാര്യം അവിടെ എഴുതിയിരിക്കുന്നത് ഹി ഹംബിൾഡ് ഹിംസെൽഫ്. നമ്മൾ ആ വാക്യത്തെക്കുറിച്ച് കേട്ടു. ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ താഴേക്കിറങ്ങി വന്ന് തന്നെത്താനെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം താഴ്മ എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായൊരു കാര്യമാണ്. എന്താണ് താഴ്മയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ചിന്തിക്കും, ഏറ്റവും ശാന്തമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ സൗമ്യമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരെക്കുറിച്ച് എന്ത് പറയും? കുഴപ്പമില്ല, ആ സഹോദരൻ ഇച്ചിരി താഴ്മയുള്ള സഹോദരനാണ്, അല്ലെങ്കിൽ താഴ്മയുള്ള സഹോദരിയാണ്. ഇച്ചിരി ഷാർപ്പായിട്ടും അല്ലെങ്കിൽ ഇച്ചിരി എടുത്തിയാടിയൊക്കെ സംസാരിക്കുന്നവരെ കുറിച്ച് നമ്മൾ എന്ത് പറയും? ഭയങ്കര എന്താ പറയുക, വളരെ അഹങ്കാരിയായിട്ടുള്ളൊരു സഹോദരനാണ്, അല്ലെങ്കിൽ അഹങ്കാരമുള്ള ഒരു സഹോദരനാണെന്ന് പറയും. അങ്ങനെയല്ലേ നമ്മൾ പലരെയും അവലോകനം ചെയ്യുന്നത്. എന്നാൽ ദൈവവചന പ്രകാരം നമ്മൾ നോക്കുമ്പോൾ താഴ്മയുടെ ഡെഫിനിഷൻ അങ്ങനെയല്ല. താഴ്മയുടെ ഡെഫിനിഷൻ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ താണിരിക്കുന്നതിനാണ് ദൈവത്തിൻ്റെ വചനത്തിൽ താഴ്മ എന്ന് നമ്മൾ പറയുന്നത്. അല്ലാതെ നമ്മളീ പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള നമ്മൾ ആദ്യമായിട്ട് ഞങ്ങൾ വിശ്വാസത്തിലൊക്കെ വന്നപ്പോൾ ഞങ്ങളുടെ വിചാരം ഏറ്റവും എളിമപ്പെട്ട ഡ്രസ്സ് ഇടുക, പിന്നെ ചെരുപ്പ് ഏറ്റവും തേഞ്ഞ ചെരുപ്പിട്ടുകൊണ്ട് നടക്കുക, അതൊക്കെയായിരുന്നു നമ്മൾ പലപ്പോഴും താഴ്മ എന്നുള്ള നിലയിൽ നമ്മൾ പലപ്പോഴും കാണുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളാകാൻ പറ്റുമോ? യെസ്, ലോകത്തിലെ റിലീജിയനിലെ താഴ്മയുടെ ഡെഫിനിഷൻ അതൊക്കെയാണ്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വളരെ എക്സ്പെൻസീവായി പോകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊക്കെയായിരുന്നു നമ്മുടെ മനസ്സിൽ അന്നുണ്ടായിരുന്ന ചിന്തകൾ. പക്ഷേ എന്നാൽ ദൈവവചനത്തിനകത്തോട്ട് നമ്മൾ നോക്കുമ്പോൾ താഴ്മ എന്ന് പറയുമ്പോൾ കർത്താവിൽ നിന്നാണ് നമ്മൾ താഴ്മ എന്താണെന്ന് പഠിക്കുന്നത്. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഭക്ഷണമൊക്കെ എൻജോയ് ചെയ്തൊരു കർത്താവാണ്. അതേസമയം യോഹന്നാനെ നോക്കിയപ്പോൾ അങ്ങനെയല്ല. യോഹന്നാന് വന്നത് എങ്ങനെയായിരുന്നു? യോഹന്നാൻ പ്രത്യേകിച്ചൊന്നും സ്പെഷ്യലായിട്ട് കഴിക്കുവാനായിട്ടോ ഒന്നുമില്ല. അദ്ദേഹം മരുഭൂമിയിൽ തൻ്റെ വസ്ത്രങ്ങൾ പോലും വളരെ തോലുകൊണ്ടുണ്ടാക്കിയതും തൻ്റെ ഭക്ഷണം തന്നെ വളരെ ചുരുക്കമായിട്ടുള്ള വെട്ടുക്കിളിയും തേനുമൊക്കെ ഭക്ഷിച്ച് മുമ്പോട്ട് പോയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഏതാണ് ഇത് റൈറ്റ് എന്നുള്ളൊരു ചിന്തയൊക്കെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരും. അപ്പോൾ ഏതാണ് താഴ്മയുടെ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമുക്ക് കർത്താവിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. എവിടെ നിന്നാണ് നമ്മൾ താഴ്മ പഠിക്കേണ്ടത്? കർത്താവിൽ നിന്നാണ് താഴ്മ പഠിക്കുന്നത്. അപ്പോൾ പൗത്രോസ് ഒരു വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 5 വേഴ്സ് 5 to 8. ലെറ്റ്സ് റീഡ് ദിസ് വേഴ്സ്. നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിലും ലെറ്റ് us read it. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 5 വേഴ്സ് 5 to 8 വായിച്ചാട്ടെ.
1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴെ താണിരിക്കുവിൻ. അപ്പം ദൈവത്തിന്റെ ഡെഫിനിഷൻ എന്താണ്? ദൈവത്തിന്റെ ആ വലിയ കരത്തിന്റെ കീഴിൽ താണിരിക്കുക എന്ന് പറയുന്നതാണ് താഴ്മ എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ് നമുക്ക് തോന്നുന്നത് അല്ലേ? പിശാചിന് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം, പിശാചാണ് നമ്മൾ കാണുന്ന ആദ്യമായിട്ട് അഹങ്കാരത്തിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് നമ്മൾ കാണുന്നത്. എന്താണ് പിശാചിൻ്റെ താല്പര്യം? ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മേളിൽ എനിക്ക് സിംഹാസനം വെക്കണം. അതാണ് പിശാചിൻ്റെ താല്പര്യം. അത് ഈവിൻ്റെ അടുക്കൽ ചെന്ന്, അല്ലെങ്കിൽ ഹവ്വ അമ്മച്ചി അടുക്കൽ ചെന്നിട്ട് എന്താ പറഞ്ഞത്? നിനക്കും ദൈവത്തെ പോലെ ആകാം അല്ലേ? അപ്പം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ താണിരിപ്പാൻ താല്പര്യമില്ലാത്ത അവസ്ഥയ്ക്കാണ് അഹങ്കാരം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ആ വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ യങ് പീപ്പിൾ, ഔവണ്ണം ഇളയവരെ എന്ന് പറഞ്ഞിട്ട്, ലൈക്ക്വൈസ് യു യങ് പീപ്പിൾ സബ്മിറ്റ് യുവർ സെൽഫ് ടു ദി എൽഡേഴ്സ്. ഇവിടെ നമ്മളൊരു സബ്മിഷനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ 1 പത്രോസ് മൊത്തമായി നമ്മൾ പഠിച്ചാൽ അവിടെ ഒരു സബ്മിഷനെ കുറിച്ച് അദ്ദേഹം പല വിഷയങ്ങളിലും സബ്മിഷനെ കുറിച്ച് അദ്ദേഹം, കുടുംബജീവിതത്തിലെ സബ്മിഷൻ എങ്ങനെ ആയിരിക്കണം, ഓഫീസിൽ സബ്മിഷൻ എങ്ങനെയായിരിക്കണം, ഗവൺമെൻറ്റിനോട് സബ്മിഷൻ എങ്ങനെയായിരിക്കണം, ദൈവസഭയിൽ സബ്മിഷൻ എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നതിൻ്റെ ആ ഒടുവിലത്തെ ഭാഗമാണ് നമ്മൾ വായിച്ചത്. അവിടെ പറഞ്ഞിരിക്കുന്നു, ഇളയവരെ നിങ്ങൾ എങ്ങനെയായിരിക്കണം? സബ്മിസീവ് ടു യുവർ എൽഡേഴ്സ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, now you ask your all young people, you ask yourself the same thing, is it easy? എളുപ്പമാണോ? Submitting to the elders, it's not that easy. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി പ്രായമായ നമ്മുടെ പേരൻസ് ഒന്നും നമ്മുടെ മേളിൽ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാം, നമ്മുടെ ഇടയ്ക്കിൽ ആരും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു തരാനോ പറയാനോ ആയിട്ട് ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുന്നതാണ്. പക്ഷേ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവർക്ക് മുതിർന്നവരുള്ളവരോട് സംസാരിക്കും, പല കാര്യത്തിലും അനുസരണം ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിൽ. അപ്പോൾ ആ താണിരിക്കുന്നതിനാണ് ശരിക്കും പറഞ്ഞാൽ താഴ്മ എന്ന് പറയുന്നത്. Want to understand the mighty hand of the Lord and being underneath that. അപ്പോൾ അവിടെ ഞാൻ പറയാണ്, ദൈവത്തിൻ്റെ, ഇനി ഇച്ചിരി റിഫൈൻ ചെയ്ത് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ഹിതത്തിൽ തന്നെ ആയിരിക്കുന്നതാണ് താഴ്മ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ കൈക്ക് താഴ്ന്നിരിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇച്ചിരി ജനറലായിട്ട് പറയാം. എന്നാൽ ദൈവത്തിൻ്റെ ഹിതത്തിൽ തന്നെ ആയിരിക്കുക എന്ന് പറയുന്നതാണ് താഴ്മ എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ സംസാരിച്ചപ്പോഴിങ്ങനെ പിന്നെയും പറയുന്നുണ്ട്, പണ്ട് ഒത്തിരി കേൾക്കുമായിരുന്നു പെർഫെക്റ്റ് വിൽ, പെർമിസീവ് വിൽ എന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പെർഫെക്റ്റ് വില്ലുണ്ട്, പെർമിസീവ് വില്ലുണ്ട് എന്നൊക്കെ പറഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും സാജുബാനിൽ തന്നെ അത് കേട്ടതാണ്. അങ്ങനെ പെർമിസീവ് വില്ലെന്നും പറഞ്ഞൊരു വില്ലൊന്നും ദൈവത്തിനില്ല. ദൈവത്തിന് ആകപ്പാടെ ഒരൊറ്റ വില്ലേ ഉള്ളൂ. ഒന്നുകിൽ അനുസരിക്കുക, ഇല്ലെങ്കിൽ അനുസരിക്കാതിരിക്കുക. ഇത് 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ താഴ്മ എന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ വലിയ കരത്തിൻ്റെ കീഴിൽ താണിരിക്കുക എന്നുള്ളതാണ്. അപ്പം ദ എക്സോർട്ടേഷൻ ഈസ് ടു യങ് പീപ്പിൾ ഓൾസോ ആൻഡ് എക്സോർട്ടേഷൻ ഈസ് ഫോർ അതേഴ്സ് ഓൾസോ. ഇറ്റ് സേസ് ലൈക്ക്വൈസ് യു യങ് പീപ്പിൾ സബ്മിറ്റ് യുവർ സെൽഫ് ടു എൽഡേഴ്സ്, യെസ് ഓൾ ഓഫ് യു ബി സബ്മിസീവ് വൺ അനദർ. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു താഴ്മയുണ്ട് അല്ലേ? പ്രിയ സ്ഥലങ്ങളെ, നമുക്കാണ് ഇപ്പം നമ്മൾ ദൈവസഭയിൽ ഒന്നിച്ചു വന്നിരിക്കുന്നു. ആരോടാണ്? ഞാൻ ചില സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് ഐ വോണ്ട് ടു കറക്റ്റ് യു, ടേക്ക് ഇറ്റ് എസ് എ കറക്ഷൻ ഫ്രം മൈ സൈഡ്. ഈ ഫോണിൽ ഞാൻ വിളിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വരും അല്ലേ? എനിക്ക് വിളിക്കാൻ ഞാൻ അവിടെ ഇങ്ങോട്ട് വിളിക്കാം അല്ലേ? വിളിക്കാവോ? വിളിക്കാം. നിങ്ങൾക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങളെ വിളിക്കുന്നവരെ അറ്റ് സം പോയിന്റ് പ്ലീസ് റിട്ടേൺ ദ കോൾ. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ചോദിക്കും, ഞാൻ എന്താ ഇത് പറയുന്നതെന്ന്. See, we can talk about heavenly things, but let me talk to you very, very simple personal thing. നിങ്ങളൊരു പക്ഷെങ്കിൽ മീറ്റിങ്ങിലായിരിക്കാം, നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കാം, യു ക്യാൻ ബി എനിവെയർ യു വാണ്ട്. ബട്ട് സം പോയിന്റ് ഈ മീറ്റിങ്ങിൽ നിന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു വരുമല്ലോ. when you are taking your phone, okay, some brother, നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല ആ ബ്രദർ. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, are you having that submission one another? ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞത്.
ഇത് ദൈവവചനവുമായിട്ട് ബന്ധം മാത്രമല്ല, കാരണം നമ്മുടെ ഓഫീസിലാണെന്ന് പറഞ്ഞാലും, നമ്മുടെ ഓഫീസിൽ നമ്മളെ ബോസ് നമ്മളെ വിളിച്ചു, അല്ലെങ്കിൽ വിളിച്ച് അവരെ നമ്മൾ തിരിച്ചു വിളിക്കും. ഞാൻ പറയുന്നതിൻ്റെ കാര്യം, ഞാൻ ചില സഹോദരങ്ങളൊക്കെ ചിലരുടെയൊക്കെ പുറകെ രാവിലെയും വൈകിട്ടും ഒക്കെ ഇങ്ങനെ പുറകെ നടക്കുന്നതാണ് ദുഃഖം തോന്നുന്നു. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അനുസരണമില്ലാത്ത ചില ജീവിതത്തിൻ്റെ രീതിയല്ല. ഇറ്റ്സ് ബേസിക്കലി യു ഹാവ് ടു ഹാവ് അണ്ടർസ്റ്റാൻഡ് വെൻ യു സേ ഹ്യൂമിലിറ്റി മീൻസ് ദീസ് ആർ ദ തിങ്സ് വിച്ച് ഈസ് ടോക്കിംഗ് അബൌട്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ടതല്ല. സോ ദർ ഈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു വിധേയത്വമുണ്ട്. ആരും ആരുടെയും മണ്ടയ്ക്ക് ബോസ് അല്ല, സമ്മതിച്ചു അല്ലേ? ആരും ആരുടെയും മണ്ടയ്ക്ക് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ സബ്മിറ്റ് ടു വൺ അനദർ, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ എനിക്ക് അങ്ങോട്ടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതേപോലെ അവിടുന്ന് ഇങ്ങോട്ടും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും അല്ലേ? എന്നോട് പിണങ്ങല്ല, ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുമ്പോൾ എന്നോട് പിണങ്ങല്ല. നിങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കണം. സോ ദാറ്റ് മീൻസ് യു മസ്റ്റ് ബി റെസ്പോൺസിബിൾ വൺ അനദർ. Because somebody is asking you, sister, how are you? Brother, how are you? എന്ന് ചോദിക്കുന്നത് because they care about you. നിങ്ങളെക്കുറിച്ച് കരുതലുള്ളത് കൊണ്ടാണ് ആരെങ്കിലും ഒരു സഹോദരന്മാർ ഫോൺ എടുത്ത് അവരുടെ പൈസ ചിലവാക്കി നിങ്ങളെ അങ്ങോട്ട് വിളിക്കുന്നത്. പക്ഷേ അപ്പോൾ തിരിച്ച് വിളിച്ച്, സിസ്റ്റർ ഐ എം ഫൈൻ, ഓ ബ്രദർ ഐ എം ഫൈൻ, ഐ എം ഡൂയിങ് ഗുഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഡോണ്ട് ടെൽ, ദാറ്റ്സ് ഫൈൻ, റൈറ്റ്? പ്ലീസ് ഡൂ ദാറ്റ്. ഓക്കെ. അപ്പം അന്യോന്യം വിധേയത്വം ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ വിധേയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് യു സബ്മിറ്റിംഗ് ടു വൺ അനദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നമ്മുടെ ഈ ഒരു ചേർച്ചിൽ തന്നെ നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കർത്താവിൻ്റെ മേശയിലൂടെയൊക്കെ വന്നു വരുമ്പോൾ ഏക അപ്പത്തിൻ്റെ അംശികളാണ്. ഈ ഏക അപ്പത്തിൻ്റെ അംശികളെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ് മീൻസ് ദാറ്റ് ബ്രദർ ഐ എം കണക്റ്റഡ് വിത്ത് യു. ഇപ്പോൾ സഹോദരൻ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച മാത്രം വരുന്ന ഒരു കണക്ഷൻ അല്ല ഇവിടെ പറയുന്നത്. വി ആർ ടോക്കിംഗ് അബൌട്ട് ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. എൻ്റെ സഹോദരനും സഹോദരിയും എന്ന് തന്നെയാണ് നിങ്ങളെ എണ്ണുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, നിങ്ങൾക്ക് വേദന ഉണ്ടാകുമ്പോൾ മൊത്തം സഭയ്ക്കും വേദന ഉണ്ടാകുന്നു. മനസ്സിലാകുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുവൈറ്റ് ചർച്ചിലെ ഒരു കൊച്ചിൻ്റെ കാര്യം ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ കേട്ട് കാണുമല്ലോ. അപ്പം ആ സഹോദരൻ്റെ വേദന, ഓക്കെ, ആ സഹോദരൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ പോലെ ആ കുട്ടി നമ്മുടെ സൺഡേ സ്കൂളിൽ വന്നാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, അതിനെന്ത് സംഭവിക്കട്ടെ, അങ്ങനെയല്ല. ഇറ്റ് പെയിൻസ്. എന്തുകൊണ്ടാണ്? ശരീരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേദന ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് വിധേയത്വം ഉണ്ടായിരിക്കണം. ദൈവസഭയെന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിധേയത്വം ഉണ്ടാകണം. നിൻ്റെ സഹോദരൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ എവിടെയാ ബ്രദറെ, ഒന്നും ഒരനക്കവും ഇല്ല, ആവിയും ഇല്ല എന്നൊന്നും പറയാനല്ല. ഞാൻ പിന്നെയും പറയട്ടെ, നിങ്ങൾക്ക് സൂപ്പർ ബിസി ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഞാൻ ലെറ്റ് മീ ടെൽ യു ഓൾസോ സം മോർ തിങ്സ് റിഗാർഡിങ് യുവർ പേരൻസ്. ചിലർ പറയാറുണ്ട് ഞങ്ങളുടെ പേരൻസിനെ ഒന്നും വിളിക്കാൻ സമയമില്ല. ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ ഒരു നാഷണൽ കലാമിറ്റി ഉണ്ടായാൽ പ്രസിഡൻറ്റിനും പ്രൈം മിനിസ്റ്ററിനും ആ സ്ഥലം വിസിറ്റ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട നമ്മളെപ്പോലെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ദിവസം 5 മിനിറ്റൊക്കെ ഉണ്ട് നമ്മുടെ പേരൻസിനെ വിളിച്ച് ഹൗ ആർ യു എന്ന് ചോദിക്കാൻ. നിങ്ങളെല്ലാം എൻ്റെ കൂടെ ഉണ്ടോ? നമ്മൾ വലിയ സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ പറയുന്നതിനെക്കാട്ടിൽ ലെറ്റ് us കം ടു റിയാലിറ്റി. ടേക്ക് യുവർ ടൈം ടു കോൾ. ഞാൻ പറഞ്ഞല്ലോ, മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ പെട്ടിയുടെ മണ്ടയ്ക്ക് കിടന്ന് അയ്യോ എനിക്കിതുകൂടെ ചെയ്യാൻ താല്പര്യം ഉണ്ടായതൊന്നും കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. വാട്ട് എവർ യു വോണ്ട് ടു ഡു ഇറ്റ് ബിഫോർ വെൻ ദേ ആർ അലൈവ്. നിങ്ങൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനുണ്ടോ? ഡു ഇറ്റ് ബിഫോർ വെൻ ദേ ആർ അലൈവ്. അല്ലാതെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു മനോഹരമായ റീത്ത് കൊണ്ടുവെക്കുന്നതിനകത്തൊന്നും ഒരു കഥയുമില്ല. ചെയ്യണമെങ്കിൽ ചെയ്തോ, പക്ഷേ ദാറ്റ് പേഴ്സൺ ഇസ് നോട്ട് ഗോയിങ് ടു നോ അബൌട്ട് ഇറ്റ്. ജീവനോടിരിക്കും. അപ്പം വിധേയത്വം നമ്മളെന്ന് പറയുമ്പോൾ, താഴ്മയെന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു കടപ്പാടുണ്ട് ദൈവസഭയിൽ. അന്യോന്യം പ്രാർത്ഥിക്കുന്ന ഒരു കടപ്പാടുകളുണ്ട്. അന്യോന്യം ഓരോ ദിവസങ്ങൾ നമ്മൾ ഓർക്കുന്നതിന് ഒരു കടപ്പാടുണ്ട്. അത് ഏതെങ്കിലും ഒരു ചില ദിവസങ്ങളിൽ മാത്രമല്ല. ഇറ്റ്സ് ഓൾവേസ് whenever I remember all of these people. പ്രൈസ് ഗോഡ്. ഒരു സഹോദരൻ പറയുണ്ടായി, ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ സഭയിലിരിക്കുന്ന ഓർഡറിലനുസരിച്ചാണ്. ശരിയാണ്, പലരും പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. ഫ്രണ്ടിലിരിക്കുന്ന ആളിനെ തൊട്ട് ഇങ്ങനെ എളുപ്പമുണ്ടല്ലോ ഓർക്കാൻ. നിങ്ങളെയൊക്കെ ഓരോരുത്തർ പ്രാർത്ഥിക്കുന്ന ഓരോ സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്. അവർ നിങ്ങളെ വിളിച്ച് സഹോദര എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് നിങ്ങൾക്കൊന്ന് സഹോദര സുഖമാണ് എന്ന് പറയാനായിട്ടുള്ളൊരു മനസ്സ് നമ്മുടെ ഹൃദയങ്ങളുണ്ടായിരിക്കണം. ഇതും
വിധേയത്വത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ അത് മാത്രമല്ല, ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ താണിരിക്കുന്നത് വെച്ചാൽ ദൈവത്തിൻ്റെ ഹിതം എന്തുവാണോ അതിനനുസരിച്ച് നമ്മൾ മുമ്പോട്ട് വന്നു. താഴ്ത്ത് വായിച്ചേട്ടാ വാക്യം. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. സോ ദൈവത്തിന്റെ സന്നിധിയിലെ ബേസിക് പ്രിൻസിപ്പിൾ ആണ് God resists the proud. Simple. The moment you are proud, God is not with you. നിങ്ങൾ പറയും സൗര ഞാൻ 40 ദിവസം ഉപവാസമായിരുന്നു, സംഭവം ശരിയായിരിക്കും. പക്ഷേ the moment you are proud, the Lord is not with you. So God resists the proud but gives grace to the humble. The moment you humble yourself under the mighty hand of the Lord supports you. ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ, നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ബേസിക് പ്രിൻസിപ്പിൾ. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുക. കർത്താവേ, ഞാൻ നിൻ്റെ വഴിയിൽ നടക്കാനായിട്ട് ഞാൻ മനസ്സ് വെക്കുന്നു. ഇപ്പം കർത്താവ് യേശുക്രിസ്തുവിനെ നോക്കണം. കർത്താവ് യേശുക്രിസ്തു പറയാണ് പിതാവിൻ്റെ ഇഷ്ടം ഇതാണ്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം, ലൂക്ക് ചാപ്റ്റർ 22, ലൂക്കോസിൻ്റെ സുവിശേഷം 22 42 വാക്യം. 22:42. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പം ആ ദൈവത്തിൻ്റെ കീഴിൽ തന്നെത്താനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് എക്സാക്ട്ലി വി ടോക്ക് അബൌട്ട് ഹ്യൂമിലിറ്റി. നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യത്തിനകത്ത് നമുക്ക് കൺട്രോൾ ഇല്ല, ചില കാര്യത്തിനകത്ത് കൺട്രോൾ ഉള്ളൂ, ചിലതിനകത്ത് നമുക്കില്ല. നമ്മൾ ഏത് ഫാമിലിയിലായിരിക്കണം എന്നുള്ള കാര്യത്തിനകത്തൊന്നും നമുക്ക് വലിയ കൺട്രോളൊന്നുമില്ല. പക്ഷേ ദൈവം തന്നെയാണ് നമ്മളെ ഈ ഫാമിലിയിലാക്കിയിരിക്കുന്നത്, ഈ സിറ്റുവേഷൻസിലാക്കിയിരിക്കുന്നത്. അപ്പം ദൈവം നമ്മളെ സാഹചര്യങ്ങളിലാക്കിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ വലിയ കരത്തിൻ്റെ കീഴിൽ രണ്ടാമതായി ക്രിസ്തുവിൽ നിന്നും പഠിക്കുന്ന ഒരു കാര്യം, ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഒന്നുകൂടെ നമ്മൾ നോക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന അടുത്തൊരു വേർഡ് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൽ ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 verse 8. തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. സോ ഹ്യൂമിലിറ്റി ഈസ് വൺ സൈഡ്. അപ്പം എനിക്ക് തന്നെത്താനെ താഴ്ത്താം. എനിക്ക് കർത്താവ് യേശു ക്രിസ്തു തന്നെത്താനെ താഴ്ത്തി പിതാവിൻ്റെ മുന്നിൽ ഓക്കെ ഇവിടെ വന്നു, കാര്യം ശരിയാണ്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ദ നെക്സ്റ്റ് തിങ് വിച്ച് വി ലേൺ ഫ്രം ഹിം ഈസ് ഹി വാസ് ഒബീഡിയൻറ്റ്, അനുസരണമുള്ളവനായി തീർന്നു. അത് എന്ന് പറയുന്നത് പോലെ പെട്ടെന്ന് ക്രൂഷ്യൽ മാത്രം അങ്ങ് അനുസരണമുള്ളവനായിട്ടല്ല. കർത്താവ് ബാലനായി വളർന്നതാണ്. അന്ന് മറിയയും ജോസഫും ഉണ്ടായിരുന്നു. ആ മറിയയും ജോസഫും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ആ വീട്ടിൽ അനുസരണമുള്ള കുട്ടിയായിട്ട് തന്നെയാണ് വളർന്നത്. ഡോണ്ട് ഗെറ്റ് ഇറ്റ് റോങ്. സഡൻലി കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ കർത്താവായതുകൊണ്ടല്ല. നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. യു ഹാവ് ടു ഒബേ യുവർ പേരൻസ് ഇൻ ദ ലോർഡ്. റൈറ്റ്? വിച്ച് വേഴ്സ് ഇസ് ദാറ്റ്? Ephesians 5:6 verse 1. Not 5, chapter 6 verse 1. Okay? കർത്താവിൽ അനുസരിക്കാനായിട്ടുള്ള വി നീഡ് ടു ഒബേ അവർ പേരൻസ് ഇൻ ദ ലോർഡ്. കർത്താവ് യേശു ക്രിസ്തു ചെറുതായിരുന്നപ്പോൾ, ഇവിടെ ആയിരുന്നപ്പോൾ തൻ്റെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള മറിയയും ജോസഫും കർത്താവിനെ അപേക്ഷിച്ച് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ആ പേരൻസിന് അനുസരിച്ച് വളർന്നു വന്നു എന്നുള്ളതാണ്. പൈതൽ വളർന്നു എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഓരോ കാര്യത്തിലും കർത്താവ് വളർന്നു വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവിൽ നിന്ന് നമ്മൾ പിന്നെ പഠിക്കുന്ന ഒരു കാര്യം അനുസരണമാണ്. അപ്പം there is one thing to say that okay we have the position of being humble and other thing to obey in our personal life. നമ്മളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനങ്ങളെയും കർത്താവിൻ്റെ പാതകളെയും അനുസരിക്കുന്ന ആ അനുസരണത്തിന് there is a cost to be paid. ചില വില കൊടുക്കാനായിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു അനുസരണത്തിനായി മനസ്സ് വെച്ച് കഴിഞ്ഞപ്പോൾ പോയത് തൻ്റെ ജീവനായിരുന്നു ക്രൂശിൽ മരിക്കാനായിട്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം അനുസരണത്തിന് വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഹി ഹാസ് പെയ്ഡ് ഹിസ് പ്രൈസ്. സോ ലെറ്റ്സ് റീഡ് ദിസ് ഹീബ്രൂസ് ചാപ്റ്റർ 5 വേഴ്സ് 8 and 9. എബ്രായ ലേഖനം 5-ാം അധ്യായം 8-9 വാക്യങ്ങൾ.
പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അനുസരണം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. കാരണം ബിക്കോസ് ഹി ഹിംസെൽഫ് വാസ് ഗോഡ്. ബട്ട് ആസ് എ മാൻ ഹി ഹാഡ് ടു ലേൺ ഒബീഡിയൻസ്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, പെട്ടെന്ന് വെള്ളിയാഴ്ച വന്ന് നമുക്ക് ആത്മീയരാവാൻ പറ്റത്തില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ എന്നറിയത്തില്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. വെള്ളിയാഴ്ച വന്നിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മൂന്നാം സ്വർഗത്തിലോട്ടൊക്കെ എടുക്കപ്പെടുമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. ചുമ്മാതെ മിഥ്യാധാരണയാണ് അല്ലേ? കർത്താവിൻ്റെ കൂടെ ആഴ്ച നടക്കുകയും, കർത്താവ് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു വാക്ക് ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാനത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും കർത്താവിൻ്റെ പറഞ്ഞു, കർത്താവ് ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വേഴ്സ്. ലെറ്റ്സ് സീ ദിസ് വേഴ്സ്. ഐസായ 66 യശയ്യാവിൻ്റെ 66 അധ്യായത്തിൽ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദാറ്റ് വേഴ്സ് ഇൻ ഐസായ ചാപ്റ്റർ 66 വേഴ്സ് 5, 5-ന്റെ ആദ്യത്തെ വാക്യം, ആദ്യത്തെ ഭാഗം മാത്രം. 66-5. യഹോവയുടെ വചനത്തിൽ വിറയ്ക്കുന്നവരെ അവന്റെ വചനം കേട്ടുകൊള്ളുവിൻ. അവൻ്റെ വചനം കേട്ടുകൊള്ളേൻ. അവൻ്റെ so when he just told me about this verse, and he says, hear the word of the Lord. It's very very important in our life. നമ്മളുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ വി ഹിയറിങ്? നമ്മൾ എന്താണ് കേൾക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ജീവിതത്തിലെ നമ്മൾ എന്താണ്, ഞാൻ പിന്നെയും നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ കേൾക്കുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങൾ പ്രസംഗിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങൾ പ്രവർത്തിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം, ഇപ്പം സിനിബാറിനെ കുറിച്ച് നല്ലത് കേട്ടാൽ അടുത്ത ആരെങ്കിലും എങ്ങനെയുണ്ട് സിനിബാറൻ ചോദിച്ചാൽ ഞാൻ എന്തു പറയും? നല്ല എന്ന് പറയും. ഈ സഹോദരനെ കുറിച്ച് ഞാൻ ചീത്തയായത് കേട്ടാൽ ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തു പറയും? ഞാൻ ചീത്തയായെന്നല്ലേ പറയുള്ളൂ. ഞാൻ എന്ത് കേൾക്കുന്നതിനനുസരിച്ചിരിക്കും മൈ റെസ്പോൺസ്. നൗ യു നോ വൈ യു ആർ റെസ്പോണ്ടിങ് ദിസ് വേ. പല സമയത്ത് നിങ്ങൾ തന്നെ ചോദിക്കും, ഞാനെന്താ ഇങ്ങനെ, അല്ലേ? കാരണം നിങ്ങൾ കേൾക്കുന്നത് എന്തോ അതിനനുസരിച്ചാണ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നത്. Whom are you listening to? Are you listening to your God? നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അപ്പോൾ കർത്താവ് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് കർത്താവ് ചെയ്യാണ്. ഹീസ് ഒബേ ദ ലോർഡ്. അത് എല്ലാ നിലത്തിലും, അത് ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പത്തിലായിരുന്നു, അത് കഴിഞ്ഞതിന് ശേഷം കർത്താവ് വളർന്നു വന്ന ഓരോ സാഹചര്യത്തിലും മാതാപിതാക്കളെ അനുസരിച്ച് വന്നു. അറ്റ് ദ പോയിന്റ് ഓഫ് പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ സമയത്ത് ആൻഡ് ഹി വാസ് ടോട്ടലി ഇൻഡിപെൻഡൻറ്റ്, റൈറ്റ്? ആ ഒരു സമയത്ത് കർത്താവ് ഓരോ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് വെച്ചിരിക്കുന്ന ഒരു മാതൃകയാണ്. നമ്മളുടെ ജീവിതത്തിൽ അനുസരണം, നമ്മുടെ ജീവിതത്തിൽ കർത്താവിൽ നിന്ന് വേണം പഠിക്കാൻ. സോ ദ ലോർഡ് സേസ്, ഐ വാസ് ഒബീഡിയൻറ്റ് ടു ദ പോയിന്റ് ഓഫ് ഡെത്ത്. ക്രൂശിലെ മരണത്തോളം ഞാൻ തന്നെ താഴ്ത്തി എന്ന് പറയാം. ടു ദ പോയിന്റ് ഓഫ്, സോ വെൻ ഒബീഡിയൻസ് മീൻസ് ദർ ഇസ് എ കോസ്റ്റ് ടു ബി പെയ്ഡ്. പല സമയത്തും നമുക്ക് വി ഡു partial obedience, we do delayed obedience, we do disobedience, and sometimes we obey. അല്ലേ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലേ? ഭാഗികമായി നമ്മൾ അനുസരിക്കാറുണ്ട്, താമസിച്ചനുസരിക്കാറുണ്ട്, പിന്നെ അനുസരിക്കാറേ ഇല്ല, പക്ഷെ ചില കാര്യങ്ങളിൽ അനുസരിക്കാറുണ്ട്. നമ്മൾ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, ഞാൻ ഈ കർത്താവിൻ്റെ കൂടെയുള്ള നടത്ത്, കർത്താവ് പറയാണ്, when you are humbling yourself under the mighty hand of the Lord, ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ താണിരിക്കുമ്പോൾ അവൻ്റെ വഴി കേൾക്കുകയും അവൻ്റെ വഴി അനുസരിച്ച് അവൻ്റെ വില്ലിനനുസരിച്ച് നടക്കാനായിട്ട് മനസ്സുവെക്കുകയും ചെയ്യുന്ന ഒരു സഹോദരനായിട്ടാണ് കർത്താവ് നമ്മളെ കാണുന്നത്. എവിടെ വരെ ആയി എന്നുള്ളത് നമുക്കും കർത്താവുമായിട്ടുള്ള ബന്ധത്തിലിരിക്കും. നമുക്ക് കർത്താവുമായിട്ടുള്ള അറിയാം എവിടെ വരെ ആയിട്ടുള്ളതാണ് എന്നുള്ളൊരു കാര്യം. മൂന്നാമതായിട്ടുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുന്നത്, ആ ഫിലിപ്പിയൻ നമ്മൾ വായിക്കുമ്പോൾ, ലെറ്റ്സ് ഇത് ദാറ്റ് പാർട്ട്, ഈ ഫിലിപ്പിയൻ 2:8 നമ്മൾ വായിക്കുമ്പോൾ, ആൻഡ് ബീങ് ഫൗണ്ട് ഇൻ അപ്പിയറൻസ് ആസ് എ മാൻ ഹി ഹംബിൾഡ് ഹിംസെൽഫ് ആൻഡ് ബിക്കേം ഒബീഡിയൻറ്റ് ടു ദ പോയിന്റ് ഓഫ് ഡെത്ത്. അവിടെ മൂന്നാമതായിട്ടുള്ളൊരു കാര്യം കാണുകയാണ്, ദർ ഇസ് സഫറിങ്. മനസ്സിലാകുന്നുണ്ടോ? ഒന്ന്, തന്നെ താഴ്ത്തിയൊരു കർത്താവിനെ നമ്മൾ കണ്ടു, അനുസരിക്കുന്ന ഒരു കർത്താവിനെ കണ്ടു, പിന്നെ ഇപ്പോൾ സഫറിങ്ങിനെ എംബ്രേസ് ചെയ്യുന്ന ഒരു കർത്താവാണ്. കഷ്ടതയെ
എംബ്രേസ് ചെയ്യുന്നൊരു കർത്താവാണ്. നമ്മുടെ പ്രാർത്ഥനാ ലിസ്റ്റിലൊന്നും ഒരു പക്ഷെങ്കിൽ പലപ്പോഴും ഈ ഒരു കാര്യം കാണത്തില്ല. കാരണം നമ്മൾ ആർക്കും ഈ കഷ്ടതയിൽ കൂടി കടന്നു പോകാൻ താല്പര്യമില്ല. എന്നാൽ 1 പത്രോസ് 4-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ അതേ ഒരു ടോണിൽ, ഫിലിപ്പി ലേഖനത്തിൽ പറഞ്ഞ പോലെ അതേ ഒരു ടോണിൽ ആ വാക്യം വായിക്കാം. 1 പത്രോസ് 4-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം. 1 Peter chapter 4 verse 1. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിക്കുവിൻ. അപ്പൊ മുമ്പേ എന്തായിരുന്നു നമ്മൾ കേട്ടത്? ഈ ഭാവം, ക്രിസ്തുവേശ്വരുള്ള ഭാവം തന്നെ നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ താഴ്മയും ഒക്കെ പറഞ്ഞ ശേഷം അവിടെ പറഞ്ഞു ക്രൂശിലെ മരണത്തോളം പോയി എന്ന് പറഞ്ഞു. അപ്പം ആ താഴ്ത്തി പിതാവിനെ അനുസരിച്ചപ്പോൾ മരണമാണ് അവിടെ ലഭിച്ചത്. ഇപ്പോൾ അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, ഹാവ് ദിസ് മൈൻഡ് ഇൻ യു. നിങ്ങൾക്കും ഈ മനസ്സ് ഉണ്ടായിരിക്കണം. എന്ത് മനസ്സുണ്ടാകണം? കഷ്ടത എന്നുള്ളൊരു കാര്യം. ദ സഫറിങ് ഈസ് പാർട്ട് ഓഫ് ഇറ്റ്. സഫറിങ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും കാര്യം കുരുത്തക്കേട് കാണിച്ചേച്ച്, നമ്മൾ വേണ്ടാതിനൊക്കെ കാണിച്ചേച്ച് നമ്മൾ കഷ്ടപ്പെടുന്ന ആ കഷ്ടപ്പാടിന് ദൈവം തന്നതെന്നൊന്നും പറയരുത്. അതൊക്കെ നമ്മുടെ കയ്യിലിരിപ്പുകൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ കഷ്ടത ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു പാത്തിൻ്റെ ഭാഗമാണ് എന്ന് അപ്പോസ്തലന്മാർ നമ്മളെ ഓർപ്പിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരു പക്ഷെങ്കിൽ വന്നു കഴിയുമ്പോൾ കർത്താവിനെ അനുസരിച്ച് കടന്നു പോകാൻ മുമ്പോട്ട് പോകുമ്പോൾ ഒരു പക്ഷെങ്കിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ, ഇന്ന് പ്രിയ മകൻ ഇന്ന് വാക്യം പറഞ്ഞതുപോലെ നമ്മൾ കർത്താവിനെ അനുസരിച്ച് നമ്മൾ പോകുമ്പോൾ ഒരു പക്ഷെങ്കിൽ നമുക്ക് കളിയാക്കുകൾ ഉണ്ടായേക്കാം. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം, ഒരു സമയത്ത് വിശ്വാസ ജീവിതത്തിൽ മുമ്പോട്ട് ഇറങ്ങുന്നവരെ അത്ര നല്ല രീതിയിലൊന്നും ആയിരുന്നില്ല എസ്റ്റാബ്ലിഷ് ചേർച്ചസ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അല്പമായിട്ടുള്ള ഒരു പക്ഷെങ്കിൽ ചില നിലയിലുള്ള സ്റ്റാൻഡേർഡൊക്കെ കിട്ടിക്കാണുമായിരിക്കാം. പക്ഷെങ്കിൽ ഒരു പോയിന്റിൽ അതെല്ലാം കളിയാക്കലുമൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഒരു പക്ഷെങ്കിൽ ഇച്ചിരി ഒരു അക്സെപ്റ്റൻസ് ഒക്കെ കേരള സമൂഹത്തിൽ നമുക്ക് കിട്ടിയിരിക്കും. പക്ഷെ നമുക്കൊരു പക്ഷെങ്കിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ഭാഗമാകുവാണെങ്കിൽ പോലും അതും കർത്താവിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ്. സഫറിങ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ഇറ്റ്. എന്നിട്ട് അപ്പോസ്തലനായ പത്രോസ് ആ വാക്യത്തിന് തൊട്ട് താഴെ പറയുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 14-ാമത്തെ വാക്യം, ആസ് ഒബീഡിയൻറ്റ് ചിൽഡ്രൻ നോട്ട് കൺഫോമിംഗ് ടു ദ ഫോമൽ ലെസ് ആസ് ഇൻ യുവർ ഇഗ്നോറൻസ് ബട്ട് ആസ് വി ഹു കോൾഡ് യു ഈസ് ഹോളി സോ ഓൾസോ ബി ഹോളി ഇൻ ഓൾ യുവർ കണ്ടക്ട്. വായിച്ചാട്ടെ. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി verse 2, 2-ാമത്തെ വാക്യം. Therefore no longer should leave the rest of the time in the flesh. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയണ, നമ്മൾ അല്ലാതെ ജീവിച്ച കുറേ കാലം നമുക്കുണ്ടായിരുന്നു. അടുത്ത വാക്യം, കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. അത് മതി, ഇനഫ്. സോ സ്റ്റോപ്പ് ദാറ്റ്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെയൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്, കർത്താവേ ക്രിസ്തുവിൻ്റെ കൂടെ കഷ്ടം അനുഭവിക്കാൻ, ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ, കർത്താവെ ആ ഒരു സഫറിങ്ങിൽ കർത്താവിൻ്റെ കൂടെ മുമ്പോട്ട് പോകാനായിട്ട് നമ്മൾക്ക് മുമ്പോട്ട് പോകാനാണ് ദൈവത്തിൻ്റെ ഹിതം. ആൻഡ് വാക്കിംഗ്, അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ്, നോ ലോങ്ങർ ഷുഡ് ലീവ് ദ റെസ്റ്റ് ഓഫ് ദ ടൈം ഇൻ ദ ഫ്ലഷ് ഫോർ ദ ലസ്റ്റ് ഓഫ് മെൻ ബട്ട് ഫോർ ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഹിതത്തിനായി. ഇപ്പം നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും കർത്താവെ, നമ്മൾ ലൈഫിൻ്റെ ഒടുവിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇങ്ങനെ പറയും, കർത്താവെ ഐ വാസ് ഇൻ ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഹിതത്തിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ ആയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഐ എം ഡൂയിങ് അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗോഡ് എന്ന് പറയാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന 3 കാര്യങ്ങൾ നമ്മൾ ആ ഭാഗത്താണ്. ഹി ഹംബിൾഡ് ഹിംസെൽഫ് ആൻഡ് ഹി ഒബെയ്ഡ് ആൻഡ് ദെൻ ഹി വാസ് റെഡി ടു സഫർ. അവൻ മരിക്കുവാനായിട്ട് ഒരു മടിയുമില്ലായിരുന്നു. ഈ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് അപ്പോൾ അപ്പോസ്തലന്മാർ നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിലും ഈ ഒരു താല്പര്യം ഉണ്ടാകും. നമ്മൾ എന്തുകൊണ്ടാണ് പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, 1 പത്രോസ് 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായത്തിലാണല്ലോ നമ്മൾ കർത്താവിൻ്റെ മേശയെക്കുറിച്ച് പറയുന്നത്. അവിടെ പ്രതിപാദിക്കുന്ന 2 ഇമ്പോർട്ടൻ്റ് ആയ 2 കാര്യങ്ങളുണ്ട്. എന്ത് കാര്യങ്ങളാണ്? 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ വായിക്കുന്ന 2 കാര്യങ്ങൾ എന്തായിരിക്കും? 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ ഹെഡിങ്സ് വായിച്ചിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലെ 2 കാര്യങ്ങളാണ് പ്രാഥമികമായിട്ട് പറഞ്ഞിരിക്കുന്നത്.
എന്തായിരിക്കും? ഒന്ന് മൂടുപടം, രണ്ട് കർത്താവിൻ്റെ മേശ ചെയ്യണമെന്നോ അല്ല എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഒന്ന്, എന്തുകൊണ്ട് നമ്മൾ മൂടുപടം ഇടുന്നു എന്നുള്ളൊരു കാര്യം. ബേസിക്കലി ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇസ് ബേസിക്കലി ഇറ്റ്സ് ഓൾ അബൌട്ട് സബ്മിഷൻ. കറക്റ്റ്? യു എഗ്രി വിത്ത് മീ? എന്തുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ അവിടെ വരുന്നത് തന്നെ? ബിക്കോസ് ദർ ഇസ് സംബഡി ചലഞ്ചിങ് ദ ഹോൾ പൊസിഷൻ. സബ്മിഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അവിടെ ബേസിക് ആയിട്ട്. അപ്പം അപ്പോസ്തലനായ പൗലോസ് 1:11-16 വാക്യത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്. 11:16, ഒരുത്തൻ തർക്കിക്കുവാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭകൾക്കുമില്ല എന്ന് ഓർക്കട്ടെ. അപ്പം യു സി അണ്ടർസ്റ്റാൻഡ്. അപ്പം 1 കൊരിന്ത്യർ 11 പറഞ്ഞു വരുന്ന ഭാഗത്തിന് ആദ്യത്തെ ഭാഗം മൂടുപടയെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം സബ്മിഷൻ. ഇത് തന്നെയാണ് കർത്താവ് ബേസിക്കലി ദൈവസഭയിൽ വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അന്യോന്യം സബ്മിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം, അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാര്യം കുടുംബത്തിലുണ്ടാകേണ്ട ഒരു കാര്യമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ആ അന്യോന്യമുള്ള ഒരു സബ്മിഷൻ ആവശ്യമാണ്. കുഞ്ഞുങ്ങളും പേരൻസും തമ്മിലുള്ള ബന്ധത്തിലൊരു സബ്മിഷൻ ആവശ്യമാണ്. ഓഫീസിലൊരു സബ്മിഷൻ ആവശ്യമാണ്. ദൈവസഭയിൽ എൽഡേഴ്സും ബാക്കിയുള്ളവരുമായിട്ട് ഒരു സബ്മിഷൻ ആവശ്യമാണ്. ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ ഒരു സബ്മിഷൻ ആവശ്യമാണ്. ഇതെല്ലാം നമ്മൾ എവിടെ നിന്നാണ് പ്രിയ സഹോദരങ്ങളെ പഠിക്കുന്നത്? നമുക്ക് മാതൃകയായിട്ടുള്ളത് കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തു ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കുക. ചലഞ്ച് ചെയ്യാനായിരുന്നെങ്കിൽ ഈ കുഡ് ചലഞ്ച്. ഹി സെഡ് ഐ എം നോട്ട് ഗോയിങ് ടു ഹോൾഡ് ഓൺ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഒരു ബോൺ സെർവൻറ്റിനെ പോലെ കർത്താവായ യേശു ക്രിസ്തു വന്നപ്പോൾ വി ഹിയർ ദാറ്റ് ലോർഡ്, ദിസ് വാസ് ദ ലോർഡ്. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 13 വായിക്കുമ്പോൾ കാണാവുന്ന കാര്യമുണ്ടല്ലോ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വസ്ത്രം മാറ്റിവെച്ച് അരയിൽ ഒരു തോർത്തൊടുത്ത് വെള്ളമെടുത്ത് എല്ലാ അപ്പോസ്തലന്മാരുടെയും കാൽക്കൽ കഴുകുന്നതായിട്ട് കണ്ടു. പ്രൈസ് ദ ലോർഡ്. സോ ഹീ ലോസ്റ്റ്. പക്ഷെ ആരാണ് അദ്ദേഹം? ദൈവമാണ്. ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. സോ നമ്മൾ ദൈവസഭയിലോട്ട് വരുമ്പം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകേണ്ട ഒരു കാര്യം, കർത്താവെ ഞാൻ ഈ കർത്താവിൻ്റെ മേശയിൽ, നമ്മൾ ആരും സ്പെഷ്യൽ അല്ല. ഇറ്റ്സ് ഓൾ ആ മണികൾ ഒന്നിച്ച് ചേർന്ന് ഗോതമ്പ് പൊടി പൊടിച്ച് ഒന്നിച്ചൊരു ബ്രെഡായതുപോലെ നമ്മളെല്ലാവരും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് പ്രിയ സഹോദരങ്ങളെ. ആരിൽ വലിയവരോ ചെറിയവരോ അല്ല. നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ ഓഫീസിൽ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ ഡയറക്ടറും കമാൻഡേഴ്സും ഒക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ വരുമ്പോൾ നിങ്ങൾ സഹോദരന്മാരാണ്. ഒരേ ലെവലിൽ കർത്താവ് നമ്മളെ കാണാം. ആരുടെ സഹോദരി സഹോദരന്മാർ? ഇന്നലെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു. കർത്താവിൻ്റെ സഹോദരന്മാരും സഹോദരിമാരുമാണ് അല്ലേ? ആ കർത്താവാണ് നമ്മുടെ കൂട്ടു സഹോദരനായിട്ടുള്ളത്. ആ സഹോദരൻ്റെ മുമ്പിൽ നമ്മൾ ഒന്നിച്ചായിരിക്കും ഒരേ ഒരു ഹൃദയം നമുക്കുണ്ടാകുക, ആ വിധേയത്വം ഉണ്ടാകുക. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ബിക്കോസ് മൈ ലോർഡ് ഇസ് ലൈക്ക് ദാറ്റ്. എൻ്റെ കർത്താവ് അങ്ങനെയാണ്. രണ്ടാമത്തെ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്, കർത്താവിൻ്റെ മേശയെക്കുറിച്ച് അവിടെ പറയാൻ തന്നെ കാര്യം, അവിടെ പണക്കാരും ഉണ്ടായിരുന്നു, പാവപ്പെട്ടവരും ഉണ്ടായിരുന്നു. പണക്കാർ നിങ്ങൾക്കറിയാമല്ലോ, അത് ലവ് ഫീസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നീട് കുറേ കാലം കഴിഞ്ഞ് ലവ് ഫീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിച്ച് വന്നിരുന്ന് ഭക്ഷണം കഴിക്കുക. എല്ലാവരും അവരുടെ വീട്ടിൽ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് പോട്ട്ലക്ക് പോലെ കൊണ്ടുവന്ന് കഴിച്ച് ഇതിന് ശേഷമാണ് അവർ കർത്താവിൻ്റെ മേശയിലോട്ട് പങ്കുചേരുന്നത്. അപ്പം ഈ ലവ് ഫീസ്റ്റിലോട്ട് കടന്നു വരുമ്പോൾ പണക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് അവർ വേഗം നേരത്തെ വന്ന് അവിടെ വന്നിരിക്കുക. കാരണം അവർക്ക് പ്രത്യേകിച്ച് വീട്ടിൽ പണിയൊന്നുമില്ല. പക്ഷേ ഈ സ്ലേവ്സ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീട്ടിലെ പണിയെല്ലാം തീർത്തിട്ട് വേണം ഇവിടെ വന്ന് ഇവരുടെ ഫീസ്റ്റിനകത്ത് പങ്കുചേരാൻ. അപ്പോഴത്തേക്ക് ഇവർ കുടിച്ച് അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ച് തൃപ്തരായിരിക്കുകയാണ്. അവരിങ്ങനെ പറയാം, ഇവരിതിന് ലേറ്റായിട്ട് വരുന്നു. നമുക്കറിയാം ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളും പോലെ എന്നുള്ള പല ചിന്തകളുണ്ടായപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലുമാണ് ഇവിടെ പറയുന്നത്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, യു ഹാവ് ടു ഹംബിൾ യുവർ സെൽഫ്, യു ഹാവ് ടു ഒബേ, ആൻഡ് ദെൻ യു ആർ റെഡി ടു സഫർ. ഹല്ലേലൂയ. നമ്മൾ ഒരു പക്ഷെങ്കിൽ ഒരു സഹോദരനെ ഒരു പ്രാവശ്യം വിളിച്ചു, കിട്ടിയില്ല, സാരയില്ല, ഒന്നുകൂടെ വിളിക്കുക. പോയി കണ്ടില്ല, സാരയില്ല, ഒന്നുകൂടെ പോവാ. മനസ്സിലാകുന്നുണ്ടോ? ആർക്ക് വേണ്ടിയാ? നിങ്ങൾക്ക് വേണ്ടിയാ അല്ലായിരിക്കാം. എന്തിനു വേണ്ടി കഷ്ടം സഹിക്കുന്നത്? ആർക്ക് വേണ്ടിയാ? ക്രിസ്തുവിന് വേണ്ടിയാ. ഒരു പക്ഷേ നിങ്ങൾ കർത്താവിന് വേണ്ടി അല്പനേരം കൂടെ ഒന്ന് പണി ചെയ്യാനായിട്ട് നിങ്ങൾ മനസ്സ് വെക്കുക. ആർക്ക് വേണ്ടിയാ? കർത്താവിന് വേണ്ടിയാ.
ആ കർത്താവിനോടുള്ള സ്നേഹത്തിന് വേണ്ടിയാണ്. ക്രൂശിലെ സ്നേഹം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ നമുക്ക് സ്നേഹത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് കാണത്തുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം ഒബ്ലിഗേഷനാവും. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ചകൾ ഞാൻ പറഞ്ഞതുപോലെ, എന്തുകൊണ്ടാണ് ഞാൻ പാട്ട് പാടുന്നത്? ആർക്കു വേണ്ടി പാടണം? എനിക്ക് വേണ്ടിയാണോ? ഇവിടെ ആളെ ഇരിക്കുന്ന ആർക്ക് വേണ്ടിയാണോ? കർത്താവിന് വേണ്ടി പാടണം. കർത്താവിന് വേണ്ടി പാടണം. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ പാട്ട് പാടി കഴിയുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയണം, നന്നായി. രണ്ടുകൊണ്ട് സാറാഫുകൾ നമ്മൾ കേട്ടു. സാറാഫുകൾ എങ്ങനെയായിരുന്നു? രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പരന്ന് നിന്ന് ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് വിളിക്കുമ്പോൾ നമ്മളും അവനോട് കൂടെ ചേർന്ന് നിന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് നിൽക്കുമ്പം ചില ആർക്കാണ്ട് വേണ്ടി പാടുന്ന പോലെ അല്ല നമ്മൾ പാടണ്ടേ. നമ്മൾ ആരുടെ മുമ്പിലാണ് പാടുന്നത്? ദൈവത്തിൻ്റെ മുമ്പിലാണ് പാടുന്നത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ കർത്താവിൽ നിന്ന് നമ്മൾ പഠിക്കുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ കർത്താവിൽ നിന്നും പ്രാപിച്ച ചില കാര്യങ്ങളുണ്ട്. എന്താ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത്? ഞാനൊരു കണ്ടൊരു കർത്താവിലൊരു സ്വഭാവമുണ്ട്. അത് നമ്മുടെ സഭയെ കാണണം. മനസ്സിലായോ? അത് നമ്മുടെ സഭയെ കാണണം. നമ്മുടെ പഴയ കാലങ്ങളിലൊക്കെ പോട്ടെ, പക്ഷേ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ എന്തുണ്ടാവണം? കർത്താവായ യേശു ക്രിസ്തുവിലുള്ള താഴ്മ നമ്മളെ കാണണം. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള അനുസരണം നമ്മളെ കാണണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുന്നവരായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മാതാപിതാക്കളെ കരുതുന്നവരായിരിക്കണം. പ്രായമുള്ളവരാണെങ്കിൽ അല്ലേ? ഞാൻ അവരെ കരുതേണ്ടതൊന്നുമല്ല. ഞാൻ വിശ്വാസിയാണെങ്കിൽ ഞാൻ അവരെ കരുതിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസമൊക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷെ അപ്പോസ്തലൻ പറയുന്നത് ആ വിശ്വാസം ഈ പുസ്തകവുമായിട്ട് ഒത്തുപോകുന്നതല്ല. എന്നോട് ആരും പിണങ്ങരുത്. ദീസ് ആർ റിയാലിറ്റീസ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് അപ്പോസ്തലൻ പറയുന്നത്. ഇതാണ് ഞാൻ ക്രിസ്തുവിൽ കണ്ട കാര്യം. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് തുടങ്ങിയപ്പോൾ നിങ്ങൾ കാണാതെ അറിയാവുന്ന ഒരു കാര്യം, ഐ റിസീവ്ഡ് ഫ്രം ദ ലോർഡ്. 23-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 23-ാമത്തെ വാക്യം, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു. ഹല്ലേലൂയ. ഞാൻ ഏതെങ്കിലും അവിടെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയ ചില ചിന്തകളല്ല, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ട്. ഞാൻ കർത്താവിൽ നിന്ന് കേട്ടിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, കർത്താവിൽ നിന്ന് കേട്ടിട്ട് പറയുമ്പോൾ വ്യത്യാസമുണ്ട്. ഇറ്റ് നീഡ് ടു ബി like the Lord, humbling yourself. You need to obey the Lord as the Lord did it. And you should be ready to suffer as the Lord did it. കർത്താവായ യേശു ക്രിസ്തു കഷ്ടപ്പെട്ടതുപോലെ കർത്താവെ ഞാനും കഷ്ടപ്പെടാൻ കർത്താവ് നീ എന്നെ വിളിച്ചിരിക്കുന്നു. അതിൽ കുറവൊന്നുമല്ല നീ എന്നെ വിളിച്ചിരിക്കുന്നത്. അത് എന്നിട്ട് പറയാം, കർത്താവ് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു. വായിച്ചടുത്തായിട്ട്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. വളരെ സിമ്പിളാണ്. ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്ത ഒരു പക്ഷേ ഒത്തിരിയും ആവർത്തനമാവും. അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേശയിലേക്ക് നമ്മൾ പങ്കുചേരുമ്പോൾ അവൻ്റെ ശരീരവും അവൻ്റെ രക്തത്തെയും പ്രതിദാനം ചെയ്യുന്ന അപ്പത്തിനും മുന്തിരിച്ചാറിനോടുകൂടെ നമ്മൾ കഴിക്കുമ്പോൾ, ഒന്ന് അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗം, അവൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തകർക്കപ്പെട്ട ശരീരത്തിൻ്റെ ഭാഗമായി തീരുവാൻ ദൈവം നമ്മളെ ഭാഗവാക്കാക്കി. രണ്ട്, കർത്താവ് നമ്മളെ പുതിയ നിയമത്തിൻ്റെ ഭാഗവാക്കാക്കി. പുതിയ നിയമം പഴയ നിയമത്തെക്കാട്ടി വ്യത്യാസമാണ്. കർത്താവിൻ്റെ കൃപയുടെ ഭാഗമായി തീരുവാൻ
ദൈവം നമ്മളെ ഇടയാക്കി ദോഷം. സോ അത് നമുക്ക് കർത്താവിൻ്റെ വരവോളം, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവോളം നമ്മളിത് ചെയ്യുവാനായിട്ട് തന്ന കൽപ്പനയാണ്. അതാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത്.